ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഫ ചിക്കനാണ്. ഇഫ ചിക്കൻ വിത്ത് റൈസാണ്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയി കഴിയാറായെന്ന് വേണമെങ്കിൽ പറയാം. കുറേ നാളായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഇഫ ചിക്കനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ അമർത്തി വെക്കുക. ഇഫ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1 ചിക്കൻ്റെ ക്യൂബ്, പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണ് ഓയിൽ കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. ആവശ്യമെങ്കിൽ നിങ്ങൾക്കൊരു നുള്ളി ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ബ്രസ്റ്റ് ഭാഗം 2 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം തേച്ച് പിടിപ്പിച്ച് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി റൈസ് റെഡിയാക്കാം. ഇതിന് വേണ്ടി ഫൈനായി ചോപ്പ് ചെയ്ത ഒരു ഓണിയന്, തക്കാളിയുടെ പകുതി, ക്യാപ്സിക്കത്തിൻ്റെ പകുതിയൊക്കെ നല്ല ഫൈനായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില നല്ല ഫൈനായി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് പെപ്പറും 1 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിക്കാൻ വേണ്ടി അടച്ചു വെച്ച് കൊടുക്കാം. ഇനി എയർ ഫ്രയറിൽ ഇഫ ചിക്കൻ റെഡിയാക്കാം. അതിന് വേണ്ടി ഇതാ സിലിക്കോണിൻ്റെ ട്രൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ പേപ്പർ ലൈൻ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യമില്ല, കഴുകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് 2 പീസും ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് മസാല ഒക്കെ ഇതിൻ്റെ മേലെ ഇതുപോലെ തടവി കൊടുക്കാം. എന്നിട്ട് ഒരു 200 ഡിഗ്രിയിൽ 30 മിനിറ്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ക്യാപ്സിക്കും തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം കൂടി വെച്ചതിന് ശേഷം ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ സെല്ല ബസ്മതി ഞാനൊരു 20 മിനിറ്റ് കുതിർത്തതിന് ശേഷം ഉപ്പും ഡ്രൈ ലെമണൊക്കെ ഇട്ട് വേവിച്ച് എടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ മാത്രം 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ആവശ്യമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇനി ഇഫ ചിക്കൻ ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇതൊരു 18 മിനിറ്റ് ആകുമ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് കുറച്ച് മസാല ഉണ്ടായി അത് ഇതിൻ്റെ മേലെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ടൈം ഇതിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇഫ ചിക്കനുള്ള സോസ് റെഡിയാക്കാം. 2 ബോയിൽ ചെയ്ത എഗ്ഗിൻ്റെ വൈറ്റ് പാർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 അല്ലി ഗാർലിക്കും കുറച്ച് ചീസ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ പോലെ ഫ്രഷ് ക്രീമും 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് സോസ് റെഡിയാക്കിയിട്ടുണ്ട്. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ സോസ് തേച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും 2 മിനിറ്റ് എയർ ഫ്രയറിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. മുഴുവനും തേച്ചതിന് ശേഷം 2 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. റൈസ് വിത്ത് ഇഫ ചിക്കൻ ഇവിടെ റെഡി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.